വിട്ട് കുറുവാ സംഘം എറണാകുളത്തേക്ക് നീങ്ങിയതായി റിപ്പോർട്ട്. എറണാകുളം വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയമുണ്ട്. മുഖം മറച്ച് കയ്യിൽ ആയുധങ്ങളുമായി അജ്ഞാതർ വീടുകളിൽ കയറാൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്ന വാർത്തയുണ്ടായിരുന്നു. 10ലധികം മോഷണമാണ് മണ്ണഞ്ചേരി, പുന്നപ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നത്. ഈ മോഷണങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയം. പ്രദേശത്ത് മോഷണമൊന്നും നടന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. വീടിന്റെ പുറകുവശം വഴി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചത്. കുറുവാ സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. നാട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല കുറുവാ സംഘം മോഷ്ടിച്ചിരുന്നു. അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു മോഷണം. അമ്മയുടെ 1.5 പവൻ മാലയും കുഞ്ഞിന്റെ 1/2 പവനോളം വരുന്ന മാലയുമാണ് മോഷ്ടിച്ചത്. മുഖം മറച്ചെത്തിയ ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇവരുടെ വീട് ഉൾപ്രദേശമായതിനാൽ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന കുറുവാ സംഘം പഴയ തിരുട്ടു ഗ്രാമത്തിലെ അംഗങ്ങൾ തന്നെയാണ്. തിരുട്ടു ഗ്രാമം എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് തിരുച്ചിറപ്പള്ളിക്കടുത്തെ റാംജി നഗറാണ്. ഇവരെയാണ് ആദ്യം കുറുവാ സംഘം എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവർ എല്ലാവരും ഒരേ ഗ്രാമക്കാരല്ല. തിരുട്ടു ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഈ സംഘത്തിലുണ്ട്. ആയുധധാരികളായ സംഘം എന്ന അർത്ഥത്തിലാണ് തമിഴ്നാട് ഇന്റലിജൻസ് ഈ പേര് നൽകിയത്. തമിഴ്നാടൻ തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവാ സംഘം എന്ന് പോലീസ് പറയുന്നത്. മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കാത്തവരുടെ കൂട്ടം. കവർച്ചയ്ക്ക് ശേഷം തിരുനെൽവേലി, മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതാണ് കുറുവാ സംഘത്തിന്റെ രീതി. പ്രത്യേകം ഒരു താവളം കേന്ദ്രീകരിച്ചല്ല ഇവർ കഴിയുന്നത്. മോഷണത്തിനു ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾക്കടിയിലോ ആണ് തമ്പടിക്കുക. ചെറുപ്പക്കാർ മുതൽ 55 പിന്നിട്ടവരും സംഘത്തിലുണ്ട്. അഭ്യാസങ്ങൾ പഠിച്ച പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആളുകളാണിവർ. ഇതുവരെ തമിഴ്നാട്ടിൽ മാത്രമാണ് ഇവർ കവർച്ച നടത്തിയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് കുറുവാ സംഘത്തിൽപ്പെട്ടവർ പിടിയിലായിരുന്നു. തമിഴ്നാട്ടിലെ നിരവധി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളാണ് ഇവരുടെ കേന്ദ്രങ്ങൾ. മോഷണം കുലത്തൊഴിലാക്കിയ ഇവർ വിവിധ ആയോധന കലകളും അഭ്യസിച്ചവരാണ്. മോഷണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും വേണ്ടി തമിഴ്നാട് സർക്കാർ ഇവർക്ക് താമസയോഗ്യമായ വീടുകൾ ഉൾപ്പെടെ സൗജന്യമായി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മോഷണവും ആക്രമണവും ഇന്നും തുടരുകയാണ് ഈ സംഘം. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതിയുമുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയാണ് ഉപയോഗിക്കുക. നന്നായി മലയാളം അറിയാവുന്ന ഇവർ മോഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ മലയാളം മാത്രമേ സംസാരിക്കൂ. മോഷണം നടത്തേണ്ട വീടുകൾ 6 മാസം വരെ നിരീക്ഷിക്കും. മോഷണം ആസൂത്രണം ചെയ്താൽ ഉടൻ താമസ സ്ഥലം മാറും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.